Hi all, welcome to Steadicom MLT Academy. കേരള PSC ലാബ് ടെക്നീഷ്യൻ എക്സാമിന്റെ 75 ഡേയ്സ് ചലഞ്ചിലെ ഡേ 4 ആണ് ഇന്ന്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് മൈക്രോബയോളജി ആണ്. മൈക്രോബയോളജി ഏരിയയിലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് നമ്മൾ സ്റ്റെയിനിങ് എന്ന് പറയുന്ന ടോപ്പിക്. സോ ആ ഒരു ഏരിയ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിന്റെ കൂടെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കഴിഞ്ഞ പോർഷനിലെ നമ്മളെ കൾച്ചർ മീഡിയ എന്നുള്ള ഒരു ഏരിയ കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഈ സ്റ്റെയിനിങ് എന്ന് പറയുന്ന ഒരു ഏരിയ ഒരു ചെറിയ ഏരിയ ആണ്. അതുകൊണ്ട് നമ്മൾ അവിടെ കുറച്ച് ബാക്കി വെച്ച ഒരു പോർഷൻ ആയിരുന്നു ഓരോ ബാക്ടീരിയക്കും നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയാസ്. സോ ആ ഒരു പോർഷൻ കൂടി നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ മെത്തേഡ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ഈ ഒരു ഏരിയ റിലേറ്റഡ് ആയിട്ട്, അതായത് സ്റ്റെയിനിങ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ നിങ്ങൾക്ക് കേരള PSCയിൽ ചോദിച്ചിട്ടുള്ള ലാബ് ടെക്നീഷ്യന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമ്മളത് ആമസോൺ കിൻഡിൽ ആപ്പ് വഴി നിങ്ങൾക്ക് അത് റീഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ജസ്റ്റ് 99 റുപ്പീസ് കൊടുത്തിട്ട് അത് പർച്ചേസ് ചെയ്താൽ കിൻഡിൽ ആപ്പ് വഴി റീഡ് ചെയ്യാൻ പറ്റും. 1000ഓളം ക്വസ്റ്റ്യൻസ് അതിലുണ്ട്. അത് മൊഡ്യൂൾ വൈസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു മോഡലും കൂടി അതിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത് എന്നുള്ളത്. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദി സ്റ്റെയിനിങ് മെത്തേഡ് യൂസ് ടു ഡെമോൺസ്ട്രേറ്റ് മെറ്റാക്രോമാറ്റിക് ഗ്രാനൂൾ ഇൻ ബാക്ടീരിയ. ഓപ്ഷൻ എ ആൽബർട്ട് സ്റ്റെയിൻ, ഇവിടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആൽബർട്ട് സ്റ്റെയിൻ, പോണ്ടർ സ്റ്റെയിൻ, നീസൽ സ്റ്റെയിൻ ആൻഡ് ഫൊണ്ടാന സ്റ്റെയിൻ, ഈ 4 സ്റ്റെയിൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഓപ്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഓൺലി ഫസ്റ്റ് ആൻഡ് ഓപ്ഷൻ ബിയിൽ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റും സെക്കൻഡും യൂസ് ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ സിയിൽ കൊടുത്തിരിക്കുന്നത് ഫോർത്ത് മാത്രം യൂസ് ചെയ്യുന്നു. ഓപ്ഷൻ ഡിയിലും ഫസ്റ്റും സെക്കൻഡും തേർഡും യൂസ് ചെയ്യുന്നു. അതായത് പല ഓപ്ഷൻസിൽ പല പല സ്റ്റെയിൻസ് യൂസ് ചെയ്യുന്നു എന്നാണ് കൊടുത്തിരിക്കുന്നത്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. കാരണം എന്താന്ന് വെച്ചാല് ഇവിടെ നമുക്ക് ആൽബർട്ട് സ്റ്റെയിനും പോണ്ടർ സ്റ്റെയിനും നീസൽ സ്റ്റെയിൻ, ഈ 3 സ്റ്റെയിൻസും നമ്മൾ യൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? മെറ്റാക്രോമാറ്റിക് ഗ്രാനൂൾസിന് വേണ്ടിയിട്ടാണ്. ഈ മെറ്റാക്രോമാറ്റിക് ഗ്രാനൂൾസിൽ ആരിലാണ് പ്രസന്റ് ആയിരിക്കുന്നത്? ഏത് ബാക്ടീരിയയിലാണ്? യെസ്, കൊറിനി ബാക്ടീരിയ ഡിഫ്തീരിയന്റെ കേസിലാണ് ഈ ഒരു മെറ്റാക്രോമാറ്റിക് ഗ്രാനൂൾ പ്രസന്റ് ആയത്. സോ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 3 സ്റ്റെയിൻസും യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ആ ഒരു സ്റ്റെയിനിങ് എന്ന് പറയുന്ന ഏരിയ എങ്ങനെ കവർ ചെയ്യുന്നതെന്ന് ചോദിച്ചാല് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റെയിനുകൾ, മൈക്രോബയോളജിയിൽ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് സ്റ്റെയിനുകൾ ഇവിടെ പഠിക്കും. ആ ഓരോ സ്റ്റെയിനിന്റെ പർപ്പസും അതിന്റെ പ്രിൻസിപ്പിളും അതിന്റെ പ്രൊസീജിയറും അതുപോലെ ഇന്റർപ്രിട്ടേഷനും നമ്മൾ ഒരൊറ്റ ടേബിൾ ആയിട്ട് കവർ ചെയ്യാണ്. സോ ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിസിബിൾ ആവാൻ ചെറിയൊരു ഇതുണ്ടാവും. എന്തായാലും ഞാൻ ഓരോ പോയിന്റും എടുത്ത് പറയുന്നതാണ്, അപ്പൊ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, ഫസ്റ്റ് നമ്മൾ സ്റ്റെയിനിങ്ങിൽ നമുക്ക് പഠിക്കാനുള്ളത് സിമ്പിൾ സ്റ്റെയിൻ എന്ന് പറയാം, അല്ലെങ്കിൽ സിമ്പിൾ സ്റ്റെയിനിങ്. സിമ്പിൾ സ്റ്റെയിനിങ് എന്ന് പറഞ്ഞാല് ജസ്റ്റ് നമുക്ക് ബാക്ടീരിയൽ മോർഫോളജിക്കൽ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെയിൻസ് കൊടുത്തിട്ട് സ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ സിമ്പിൾ സ്റ്റെയിനോട് കൊടുക്കുന്നത്. അവിടെ ഒന്നിൽ കൂടുതൽ സ്റ്റെയിൻസ് ഒന്നും യൂസ് ചെയ്യാണ്ട് ജസ്റ്റ് നമുക്ക് അതിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി, ആ ബാക്ടീരിയ മോർഫോളജി നന്നായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് ബേസിക് ആയിട്ടുള്ള സ്റ്റെയിൻസ് കൊടുത്തിട്ട് സ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ സിമ്പിൾ സ്റ്റെയിനോട് ഉദ്ദേശിക്കുന്നത്. സോ ഈ സിമ്പിൾ സ്റ്റെയിനിങ്ങിൽ എല്ലാ ബാക്ടീരിയയും ഒരേ കളറാണ് എടുക്കുന്നത് അല്ലെ. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ബേസിക് ഡൈസ് ആണ്. സ്റ്റിൽ ഓൾ ബാക്ടീരിയ സെയിം കളറിലായിരിക്കും എല്ലാ ബാക്ടീരിയയും കാണുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഏതാന്ന് വെച്ചാൽ മെഥിലിൻ ബ്ലൂ അല്ലെങ്കിൽ ബേസിക് ഫ്യൂഷൻ ആണ്. നമ്മൾ ഹീറ്റ് ഫിക്സ്ഡ് ആയിട്ടുള്ള സ്മിയറിലേക്ക് അത് സ്റ്റെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. നമ്മളെ കയ്യിൽ ഒരു ബാക്ടീരിയൽ സ്മിയർ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതിനെ ഹീറ്റ് ഫിക്സ് ചെയ്യും. അതിനുശേഷം നമ്മൾ മെഥിലിൻ ബ്ലൂ അല്ലെങ്കിൽ ബേസിക് ഫ്യൂഷനോ യൂസ് ചെയ്ത് സ്റ്റെയിൻ ചെയ്യും. നമുക്ക് അതിനുശേഷം മൈക്രോസ്കോപ്പിന്റെ അണ്ടറിൽ വെച്ചിട്ട് നോക്കാം. സോ അപ്പൊ എല്ലാ ബാക്ടീരിയയും ജസ്റ്റ് ബാക്ടീരിയൽ മോർഫോളജി നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. എല്ലാ ബാക്ടീരിയയും ഒരേ കളറാണ് എടുക്കുന്നത്. ഓൾ ബാക്ടീരിയ അപ്പിയർ ഇൻ സെയിം കളർ. ഓക്കെ, നമുക്ക് അവിടെ ഡിഫറൻസിയേഷൻ എന്നുള്ള കാര്യമൊന്നും പോസിബിൾ അല്ല കളർ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സ്റ്റെയിനിങ് ആണ് നെഗറ്റീവ് സ്റ്റെയിനിങ്. നെഗറ്റീവ് സ്റ്റെയിനിങ് എന്ന് പറഞ്ഞാല് ദാറ്റ് ഹൈലൈറ്റ് ദ ബാക്ടീരിയ അഗൈൻസ്റ്റ് എ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് യൂസ്ഡ് ഫോർ ക്യാപ്സ്യൂൾ. അതായത് നെഗറ്റീവ് സ്റ്റെയിനിൽ ബാക്ടീരിയനെ ഹൈലൈറ്റ് ചെയ്യും, പക്ഷെ സത്യത്തിൽ നമ്മൾ കൊടുക്കുന്ന സ്റ്റെയിൻ ബാക്ക്ഗ്രൗണ്ട് ആണ് സ്റ്റെയിൻ ചെയ്യുന്നത്. നമുക്കറിയാം ബാക്ക്ഗ്രൗണ്ട് മൊത്തം കളർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബാക്ടീരിയനെ കൃത്യമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റും. സോ ആ ഒരു മെത്തേഡാണ് നമ്മൾ നെഗറ്റീവ് സ്റ്റെയിനിങ്ങിൽ വരുന്നത്.
സോ ബാക്ക്ഗ്രൗണ്ട് സ്റ്റെയിൻ ചെയ്യും, ബാക്ടീരിയ അൺസ്റ്റെയിൻഡ് ആയിട്ട് കിടക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിത് സ്റ്റെയിൻ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ക്യാപ്സ്യൂൾസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇന്ത്യൻ ഇങ്ക്, നിഗ്രോസിനൊക്കെയാണ് ഈ നെഗറ്റീവ് സ്റ്റെയിനിങ് മെത്തേഡ് ചോദിക്കുക. ഇന്ത്യൻ ഇങ്ക്, നിഗ്രോസിൻ, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ചോദിക്കുക. നിഗ്രോസിൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കും. നിഗ്രോസിൻ സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് സ്റ്റെയിൻ ആണ്. അത് യൂസ് ചെയ്യുന്നത് നമ്മൾ ക്യാപ്സ്യൂൾസിന്റെ ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ക്യാപ്സ്യൂൾസ് എങ്ങനെയായിരിക്കും അപ്പം കാണാൻ പറ്റുക? ഒരു ക്ലിയർ ഹാലോയില് നമുക്ക് ക്യാപ്സ്യൂൾസ് കാണാൻ പറ്റും. ക്ലിയർ ആയിട്ടില്ല. ഇങ്ങനെ ഇവിടെ ബാസിലാണെങ്കിൽ ഇവിടെ ക്ലിയർ ഹാലോയില് നമുക്ക് എന്ത് കാണാം? ആ ഒരു ക്യാപ്സ്യൂൾ കാണാൻ പറ്റും. നെക്സ്റ്റ് സ്റ്റെയിനിങ് മെത്തേഡ് ആണ് ഇംപ്രിഗ്നേഷൻ മെത്തേഡ്. ഇംപ്രിഗ്നേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റെയിൻസ് തിൻ സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള ഫ്ലജല്ല, സ്പൈറോകീറ്റ്സ് ഇതിനൊക്കെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇംപ്രിഗ്നേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ precipitate സിൽവർ ഓൺ ടു ദ സ്ട്രക്ചർ. നമ്മള് സിൽവർ ഇംപ്രിഗ്നേഷൻ മെത്തേഡ് എന്നാണ് പറയുന്നത്. അവിടെ സിൽവർ precipitate ചെയ്യും ആ സ്ട്രക്ചറിന്റെ ഉള്ളിലേക്ക്. സോ ഇവിടെ സിൽവർ ഇംപ്രിഗ്നേഷൻ ടെക്നിക് ആണ് യൂസ് ചെയ്യുന്നത്. ബാക്ടീരിയ, ഫ്ലജല്ല, സ്പൈറോകീറ്റ്സിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. നോട്ട് ചെയ്ത് വെക്കേണ്ടത് സിൽവർ ഇംപ്രിഗ്നേഷൻ ഓർ ഇംപ്രിഗ്നേഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പൈറോകീറ്റ്സിന്റെ കേസിലും അതുപോലെ ഫ്ലജല്ലയൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ഡിഫറൻഷ്യൽ സ്റ്റെയിൻ. ഡിഫറൻഷ്യൽ സ്റ്റെയിൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഡിഫറെന്റ് സ്റ്റെയിനിങ് മെത്തേഡ്സ് ആണ് കേട്ടോ പഠിക്കുന്നത്. അടുത്തതാണ് ഡിഫറൻഷ്യൽ സ്റ്റെയിൻ. ഡിഫറൻഷ്യൽ സ്റ്റെയിൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഡിഫറൻഷിയേറ്റ് ദ ബാക്ടീരിയ ബേസ്ഡ് ഓൺ സ്റ്റെയിനിങ് പ്രോപ്പർട്ടി. അപ്പൊ സ്റ്റെയിനിങ് പ്രോപ്പർട്ടിന്റെ ബേസ് ചെയ്തിട്ട് അവര് നമുക്ക് ബാക്ടീരിയനെ ഡിഫറൻഷിയേറ്റ്. ഇപ്പൊ ഗ്രാം സ്റ്റെയിൻ, ഇപ്പോ ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ളത് വേറെ കളറും ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ളത് വേറെ കളറുമാണ് എടുക്കുന്നത് അല്ലെ. സോ അതെന്താണ്? അവിടെ നമുക്ക് ബാക്ടീരിയനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു ഡിഫറൻഷ്യൽ സ്റ്റെയിൻ ആണ്. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫറൻഷ്യൽ. സോ അവിടെ ഒരു ഡൈ ആയിരിക്കില്ല, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഡൈസ് വേണ്ടി വരും ആ ഒരു ബാക്ടീരിയനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇപ്പൊ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ക്രിസ്റ്റൽ വയലറ്റ് ആണ് എടുക്കുന്നത്. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണെങ്കിൽ സഫ്രാനിൻ ആണ് എടുക്കുന്നത്. സോ അപ്പൊ അവിടെ രണ്ട് കളർ ഡൈസ് ആവശ്യമായിട്ട് വന്നു. ഡിഫറൻഷ്യൽ സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ രണ്ട് ബാക്ടീരിയനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഗ്രാം സ്റ്റെയിനിങ്, ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ഒക്കെ നമുക്ക് ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് കാറ്റഗറിയിൽ പറയാം. സോ അപ്പൊ നമുക്ക് ബാക്ടീരിയനെ രണ്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങിലാണെങ്കിൽ നമുക്ക് ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ ആൻഡ് നോൺ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഗ്രാം സ്റ്റെയിനിങ്ങിലാണെങ്കിൽ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോ അതാണ് ഈ ഡിഫറൻഷ്യൽ സ്റ്റെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇനി നമ്മൾ ഓരോ സ്റ്റെയിൻ ആയിട്ട് പറയാണ്. അത് ഇത്രയും നേരം നമ്മൾ സ്റ്റെയിനിങ് മെത്തേഡാ, സിമ്പിൾ സ്റ്റെയിനിങ് മെത്തേഡ്, ഡിഫറൻഷ്യൽ മെത്തേഡ്, ഇംപ്രിഗ്നേഷൻ മെത്തേഡ്, അതുപോലെ തന്നെ നെഗറ്റീവ് സ്റ്റെയിനിങ് മെത്തേഡ് ആണ് പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓരോ സ്റ്റെയിനിങ് ആണ്. ഫസ്റ്റ് വൺ ഗ്രാം സ്റ്റെയിൻ. ഗ്രാം സ്റ്റെയിനിന്റെ പർപ്പസ് എന്താണ്? യെസ്, ഗ്രാം നെഗറ്റീവ് ആൻഡ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയില് തിക്ക് ആയിട്ടുള്ള പെപ്റ്റിഡോഗ്ലൈക്കൺ ഉണ്ട്. സോ ദാറ്റ് റീറ്റെയിൻ ദ ഡൈ. അതായത് നമ്മൾ ഫസ്റ്റ് പ്രൈമറി സ്റ്റെയിൻ കൊടുത്ത സമയത്ത്, നമ്മൾ പ്രൈമറി സ്റ്റെയിൻ ആയിട്ട് ക്രിസ്റ്റൽ വയലറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ആ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആ കളർ എടുക്കും. പിന്നെ നമ്മൾ ഡീകളറൈസ് ചെയ്യുന്ന സമയത്ത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആ കളർ പോകുന്നില്ല, അത് അവിടെ റീറ്റെയിൻ ചെയ്ത് വെക്കും. പിന്നെ അടുത്ത കൗണ്ടർ സ്റ്റെയിൻ ആയിട്ടുള്ള സഫ്രാനിൻ ആഡ് ചെയ്യുന്ന സമയത്ത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ഓൾറെഡി ക്രിസ്റ്റൽ വയലറ്റ് എടുത്തിട്ടുണ്ട്. സോ പിന്നെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസ് ആയിരിക്കും ഈ സഫ്രാനിൻ എടുക്കുന്നത്. കാരണം നെഗറ്റീവ് ബാക്ടീരിയയില് തിക്ക് പെപ്റ്റിഡോഗ്ലൈക്കൺ ഇല്ല, ഹൈ ലിപ്പിഡ് കണ്ടന്റ് ആണുള്ളത്. സോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രൈമറി സ്റ്റെയിൻ ആയിട്ടുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡീകളറൈസ് ആഡ് ചെയ്യുന്ന സമയത്ത് ആ ഡൈസ് പോയി പോകും. പിന്നെ അവര് പിന്നെ സഫ്രാനിൻ ആഡ് ചെയ്യുമ്പോൾ സഫ്രാനിൻ എടുക്കും. സോ അതാണ് അതിന്റെ പ്രിൻസിപ്പിൾ വരുന്നത്. ശരിക്കും ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിൽ തിക്ക് പെപ്റ്റിഡോഗ്ലൈക്കൺ ഉണ്ട്. സോ പ്രൈമറി സ്റ്റെയിൻ ആഡ് ചെയ്യുമ്പോൾ ആഡ് ചെയ്ത് ഡീകളറൈസ് ആഡ് ചെയ്യുമ്പോഴും ആ പ്രൈമറി സ്റ്റെയിൻ റിട്ടൈൻ ചെയ്യുന്നുണ്ട്. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിലാണെങ്കിൽ ലിപ്പിഡ് കണ്ടന്റ് ആണ് കൂടുതലായിട്ടുള്ളത്. സോ അതുകൊണ്ട് പ്രൈമറി സ്റ്റെയിൻ പോകുന്നുണ്ട്. സോ അതിന്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് ക്രിസ്റ്റൽ വയലറ്റ് ആണ്. പ്രൈമറി സ്റ്റെയിൻ ആയിട്ട് ക്രിസ്റ്റൽ വയലറ്റ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. സോ അതിനുശേഷം നമ്മൾ മോർഡന്റ് ആയിട്ട് അയഡിൻ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് ഏതൊക്കെ ആണ് എന്നുള്ള രീതിയിൽ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അയഡിൻ, മോർഡന്റ് ആയിട്ട് അയഡിൻ ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ക്രിസ്റ്റൽ വയലറ്റിലെ പ്രൈമറി സ്റ്റെയിൻ ഏതാന്ന് ചോദിച്ചാൽ ഗ്രാം സ്റ്റെയിനിങ്ങിൽ പ്രൈമറി സ്റ്റെയിൻ ഏതാന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ക്രിസ്റ്റൽ വയലറ്റ്.
അതുപോലെ തന്നെ മോർഡന്റ് ഏതാന്ന് ചോദിച്ചാൽ അയഡിൻ ആണ്. അത് കഴിഞ്ഞ് നമുക്ക് ഡീകളറൈസർ വേണം അല്ലെ. ഡൈകളറൈസർ ആയിട്ട് നമുക്ക് അസറ്റോണോ അല്ലെങ്കിൽ ആൽക്കഹോളോ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഡീകളറൈസർ ആയിട്ട് യൂസ് ചെയ്യും. അതിനുശേഷം നമ്മൾ സെക്കൻഡറി ഓർ കൗണ്ടർ സ്റ്റെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സഫ്രാനിൻ ആണ്. സഫ്രാനിൻ കൗണ്ടർ സ്റ്റെയിൻ. ഓക്കെ, സോ അപ്പൊ നമുക്ക് എങ്ങനെയാ കാണാൻ പറ്റുക? ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആദ്യത്തെ ക്രിസ്റ്റൽ വയലറ്റിന്റെ കളർ ആയിട്ടുള്ള പർപ്പിൾ കളറും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ സഫ്രാന്റെ കളർ ആയിട്ടുള്ള പിങ്ക് കളറുമാണ് എടുക്കുന്നത്. ഇപ്പൊ ഗ്രാം പോസിറ്റീവിന് എക്സാമ്പിൾ ആണ് ഇപ്പൊ സ്റ്റാഫ് ഓറിയസ്, സ്റ്റാഫ്, സ്റ്റപ്പ് എന്നൊക്കെ പറയുന്നത് ഗ്രാം പോസിറ്റീവ് ആണ്. ഗ്രാം നെഗറ്റീവിന് എക്സാമ്പിൾ ആണ് ഈക്കോളെ. ഓക്കെ, ഗ്രാം നെഗറ്റീവിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ്, സോ അത്രയാണ് ഗ്രാം സ്റ്റെയിനിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്. അടുത്തതാണ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിൻ ഓർ സെഡൻ സ്റ്റെയിൻ ഓർ സീൽ നീൽസൺ സ്റ്റെയിൻ എന്നാണ് നമ്മൾ അതിന്റെ ഫുൾ ഫോം വരുന്നത്. നമ്മൾ അത് യൂസ് ചെയ്യുന്നത് മെയിൻലി ആസിഡ് ഫാസ്റ്റ് ആൻഡ് നോൺ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ അല്ലെങ്കിൽ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ ആണ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് അല്ലെങ്കിൽ മൈക്കോബാക്ടീരിയ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർ. സോ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ എന്ന് പറയുന്നത് ദാറ്റ് റെസിസ്റ്റ് ഡീകളറൈസേഷൻ ഡ്യൂ ടു മൈക്കോളിക് ആസിഡ്. കാരണം ഈ ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ബാക്ടീരിയയിൽ നമ്മൾ നേരത്തെ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിൽ പെപ്റ്റിഡോഗ്ലൈക്കൻ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ബാക്ടീരിയയിൽ തിക്ക് ആയിട്ടുള്ള മൈക്കോളിക് ആസിഡ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഡീകളറൈസ് ചെയ്യുന്നത് റെസിസ്റ്റ് ചെയ്യാൻ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയക്ക് കഴിയും. അപ്പോൾ നമ്മൾ അതിന്റെ സ്റ്റെപ്പ് പറയുകയാണെങ്കിൽ പ്രൈമറി സ്റ്റെയിൻ ആയിട്ട് നമ്മൾ കാർബോൾ ഫ്യൂഷൻ ആണ് പ്രൈമറി സ്റ്റെയിൻ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യും അല്ലെങ്കിൽ ഫീനോൾ ആഡ് ചെയ്യും. കാരണം അതിനെ ഒന്ന് എൻഹാൻസ് ചെയ്യും, ആ ഒരു സ്റ്റെയിനിങ്ങിനെ എൻഹാൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ ഡീകളറൈസ് ആയിട്ട് ആസിഡ് ആൽക്കഹോൾ ആണ് യൂസ് ചെയ്യുന്നത്. അവസാനം കൗണ്ടർ സ്റ്റെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മെത്തിലിൻ ബ്ലൂ ആണ്. അപ്പം നമ്മൾ ഫസ്റ്റ് കാർബോൾ ഫ്യൂഷൻ ആഡ് ചെയ്തു, അതിനെ ഹീറ്റ് ചെയ്തതിനു ശേഷം ഡീകളറൈസർ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ബാക്ടീരിയയിൽ നമ്മൾ ആദ്യം കാർബോൾ ഫ്യൂഷന്റെ കളർ പോവില്ല. കാരണം അതെന്താ, അവിടെ മൈക്കോളിക് ആസിഡ് ഉണ്ട്. കാരണം മൈക്കോളിക് ആസിഡ് കടന്ന് നമ്മൾ ആ ഒരു സ്റ്റെയിന് സെല്ലിന്റെ ഉള്ളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഫീനോളോ അല്ലെങ്കിൽ ഹീറ്റോ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അതിന് ഡീകളറൈസ് ചെയ്യുന്ന സമയത്ത് തിരിച്ചു പോകൂല, അത് അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. പക്ഷെ നോൺ ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ബാക്ടീരിയ കാർബോൾ ഫ്യൂഷൻ എന്താണ് ഡീകളറൈസ് ചെയ്യുന്ന സമയത്ത് പോകും. പിന്നെ അടുത്ത സ്റ്റെയിൻ ആയിട്ടുള്ള മെഥിലിൻ ബ്ലൂ ആഡ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ബാക്ടീരിയ ഇതിന് എടുത്തിട്ടുണ്ട്, കാർബോൾ ഫ്യൂഷൻ എടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് മെഥിലിൻ ബ്ലൂ വെച്ച് സ്റ്റെയിൻ ചെയ്യാൻ പറ്റും, സ്റ്റെയിൻ എടുക്കില്ല. പക്ഷെ നോൺ ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ബാക്ടീരിയാസ് എന്ത് ചെയ്യും, ഈ രണ്ടാമത് ആഡ് ചെയ്ത മെഥിലിൻ ബ്ലൂവിനെ സ്റ്റെയിൻ ചെയ്യിപ്പിക്കും. അപ്പൊ ഏത് കളർ ആയിരിക്കും ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ബാക്ടീരിയ? നമ്മളെ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ഏത് കളർ ആയിരിക്കും? യെസ്, റെഡ് കളറിലായിരിക്കും അപ്പിയർ ചെയ്യുക. നോൺ ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ബാക്ടീരിയ അപ്പിയർ ചെയ്യുന്നത് ബ്ലൂ കളറിലും ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ആൽബർട്ട് സ്റ്റെയിൻ. സോ AFB സ്റ്റെയിനിൽ അതാണ് പറയാനുള്ളത്. നമുക്ക് അഡീഷണൽ പോയിന്റ്സുകളൊക്കെ ഉണ്ട്, നമ്മളത് ആഡ് ചെയ്തിട്ടില്ല ഇവിടെ. നമുക്കൊരു ഡിസ്കഷൻ ഏരിയ ഉണ്ടല്ലോ, അതായത് എന്താണ് നമ്മളെ റിവിഷൻ ഏരിയ, അതായത് സൺഡേ നമുക്ക് അന്നേരം ഓരോ ഏരിയന്ന് കുറച്ചും കൂടി അഡീഷണൽ ആയിട്ടുള്ള പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാ. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ആൽബർട്ട് സ്റ്റെയിൻ. നമ്മൾ നേരത്തെ ആൽബർട്ട്, നീസേഴ്സ്, പോണ്ടർ സ്റ്റെയിൻ ഒക്കെ പഠിച്ചില്ലേ? യെസ്, എന്തിനു വേണ്ടിയിട്ടായിരുന്നു? മെറ്റാക്രോമാറ്റിക് ഗ്രാനുൾ ഫോർ കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയ. കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയയിൽ ഗ്രാനുൾസ് ഉണ്ട്. ആ ഗ്രാനുൾസിന്റെ മെറ്റാക്രോമാറ്റിക് ഗ്രാനുൾസ് എന്നോ വോളിക്ലിൻ ഗ്രാനുൾസ് എന്നോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആ ഗ്രാനുൾസിനെ സ്റ്റെയിൻ ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആൽബർട്ട് സ്റ്റെയിൻ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ബാക്കിയുള്ള റെഡ് സെല്ല് വേറെ കളർ എടുക്കുമ്പോൾ നമ്മൾ ഈ മെറ്റാക്രോമാറ്റിക് ആൽബർട്ട് സ്റ്റെയിൻ നമ്മളെ ഗ്രാനുൾസ് സെപ്പറേറ്റ് കളർ തന്നെയായിരിക്കും എടുക്കുന്നത്. ഏത് കളർ ആയിരിക്കും എടുക്കുന്നത്? യെസ്, അതിന്റെ മുന്നേ നമുക്ക് അതിന്റെ റിയേജൻസ് നോക്കാം. ആൽബർട്ട് സ്റ്റെയിനും അതുപോലെ തന്നെ രണ്ട് ആൽബർട്ട് സ്റ്റെയിൻസ് ആണ്. ആൽബർട്ട് സ്റ്റെയിനിൽ നമുക്ക് രണ്ട് റിയേജൻസ് വരുന്നുണ്ട്. ആ റിയേജന്റ് വെച്ച് നമ്മൾ സ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയായിരിക്കും വരുന്നത്? ബാസിലെ നമുക്ക് ഗ്രീൻ കളർ ആയിരിക്കും. ബാസിലെ ഗ്രീൻ കളറിലും അതിൽ ബ്ലാക്ക് കളേർഡ് ആയിട്ടുള്ള ഗ്രാനുൾസ് ആയിരിക്കും കാണാനുണ്ടാവുക. ഓക്കെ, ബാസിലെ ഗ്രീൻ കളറിലും ബ്ലാക്ക് കളേർഡ് ആയിട്ടുള്ള ഗ്രാനുൾസ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്.
സോ ഇതാണ് നമുക്ക് ആൽബർട്ട് സ്റ്റെയിനിൽ പറയാനുള്ളത്. നെക്സ്റ്റ് സ്പോർ സ്റ്റെയിൻ. സ്പോർ സ്റ്റെയിനിങ്ങിൽ നമുക്ക് പറയാനുള്ളത് ഈ ഒരു മെത്തേഡിന് നമ്മൾ പറയുന്നത് ഷേഫർ ഫുൾട്ടൺ മെത്തേഡ് എന്നാണ്. നമ്മൾ ബാക്ടീരിയൽ സ്പോറിനെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു മെത്തേഡിന്. സത്യത്തിൽ നമ്മളെ പ്രൈമറി സ്റ്റെയിൻ എന്ന് പറയുന്നത് ഈ സ്പോർ റെസിസ്റ്റ് ചെയ്യും. പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഹീറ്റ് കൊടുക്കും. നമ്മൾ നേരത്തെ സ്റ്റെയിനിൽ പറഞ്ഞതുപോലെ ഹീറ്റ് കൊടുത്തിട്ട് മൈക്കോളിക് ആസിഡ് കടന്ന് നമ്മൾ സ്റ്റെയിൻ ചെയ്യിപ്പിക്കുന്നത് പോലെ ഇവിടെ സ്പോർ പ്രൈമറി സ്റ്റെയിൻ റെസിസ്റ്റ് ചെയ്യെങ്കിലും ഹീറ്റ് കൊടുത്തിട്ട് നമ്മൾ സ്പോറിന്റെ ഉള്ളിലേക്ക് സ്റ്റെയിനെ കടത്തിവിടും. ഓക്കെ, സോ അതാണ് ഇവിടെ ഒരു മെത്തേഡ് വരുന്നത്. ആദ്യം നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് മാലക്കൈറ്റ് ഗ്രീൻ ആണ് പ്രൈമറി സ്റ്റെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ അതിനെ ഹീറ്റ് കൊടുക്കും. അതിനുശേഷം ഡീകളറൈസർ ആയിട്ട് വാട്ടർ ആണ് ആഡ് ചെയ്യുന്നത്. സോ സ്പോർ ഓൾറെഡി ഹീറ്റ് കൊടുത്തിട്ട് നമ്മൾ ഈ മാലക്കൈറ്റ് ഗ്രീനിനെ സ്റ്റെയിൻ ചെയ്യിച്ചാൽ പിന്നെ ഡീകളറൈസർ യൂസ് ചെയ്താൽ നമുക്ക് അത് റിമൂവ് ചെയ്യാൻ പറ്റില്ല. കൗണ്ടർ സ്റ്റെയിൻ ആയിട്ട് നമ്മൾ സഫ്രാനിനാണ് കൊടുക്കുന്നത്. അപ്പൊ സ്പോർ ഏതിന്റെ കളർ ആയിരിക്കും എടുക്കുന്നത്? യെസ്, മാലക്കൈറ്റ് ഗ്രീന്റെ കളർ ആയിരിക്കും. സെൽസ് റെഡ് കളറിലും ആയിരിക്കും കാണാൻ പറ്റുക. കാരണം എന്താ വെച്ചാൽ സെൽസിന്ന് നമ്മൾ വാട്ടർ യൂസ് ചെയ്ത് ഡീകളറൈസ് ചെയ്ത് പോകുമ്പോൾ ആ കളർ പോകും. പിന്നെ രണ്ടാമത് ആഡ് ചെയ്യുന്ന സഫ്രാനിന്റെ കളർ ആയിരിക്കും എടുക്കുക. പക്ഷെ സ്പോർട്സിൽ ഓൾറെഡി നമ്മൾ ഹീറ്റ് കൊടുത്തിട്ട് അതിനുള്ളിലേക്ക് മാലക്കൈറ്റ് ഗ്രീൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വാട്ടർ ആഡ് ചെയ്താലൊന്നും അത് റിമൂവ് ആയിട്ട് പോവില്ല. അപ്പൊ സ്പോർട്സ് സ്റ്റെയിനില് സ്പോർട്സ് ഗ്രീൻ കളറിലും അതുപോലെ സെൽസ് റെഡ് കളറിലും ആയിരിക്കും കാണാൻ പറ്റുക. ഇനി നമുക്ക് കുറച്ച് സ്പെഷ്യൽ സ്റ്റെയിൻസ് ആണ് വരുന്നത്. ലിപ്പിഡ് സ്റ്റെയിൻ. ലിപ്പിഡ് സ്റ്റെയിനിൽ നമ്മൾ ബാക്ടീരിയൽ സെൽസിലുള്ള ലിപ്പിഡ്സിനെയാണ് നമ്മൾ അബ്സോർബ് ചെയ്യുന്നത്. സുഡാൻ ബ്ലാക്ക് സ്റ്റെയിൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. സുഡാൻ ബ്ലാക്ക് സ്റ്റെയിൻ ആണ്. സോ ലിപ്പിഡ് അബ്സോർബ് സുഡാൻ ബ്ലാക്ക് ഡൈ. സോ ബ്ലാക്ക് കളേർഡ് ആയിരിക്കും നമ്മളത് കാണുന്നത്. ലിപ്പിഡ് ബ്ലാക്ക് കളേർഡിൽ നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് ഗ്ലൈക്കോജൻ. ഗ്ലൈക്കോജൻ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലൈക്കോജൻ സ്റ്റെയിൻ ചെയ്യുന്നത്. സോ അയഡിൻ സ്റ്റെയിൻ ആണ് യൂസ് ചെയ്യുന്നത്. സോ ഏത് കളറിൽ നമുക്ക് കാണാൻ പറ്റും? ഗ്ലൈക്കോജൻ ഉള്ള ഏരിയ ബ്രൗൺ കളറിൽ നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് ഫ്ലജല്ലാർ സ്റ്റെയിൻ. ഫ്ലജല്ലാർ സ്റ്റെയിൻ എന്ന് പറയുമ്പോൾ ലീവ്സൺസ് മെത്തേഡ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ബാക്ടീരിയൽ ഫ്ലജല്ലനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫ്ലജല്ല എങ്ങനെയായിരിക്കും? യെസ്, ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഈ ഫ്ലജല്ല ടാനിക് ആസിഡ് ആയിട്ട് കോട്ട് ചെയ്യും. സോ അങ്ങനെ നമുക്ക് ഫ്ലജല്ലനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൈക്രോസ്കോപ്പിന്റെ അണ്ടറിൽ വിസിബിൾ ആവുന്ന രീതിയിൽ ടാനിക് ആസിഡ് വെച്ചിട്ട് ഈ ഒരു ഫ്ലജല്ല കോട്ട് ചെയ്യിപ്പിക്കും. അതാണ് ഈ ലീവ്സൺ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്, അതായത് സ്റ്റെയിനിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനെ കൂടി നോക്കാം. എക്സാമ്പിൾ ഓഫ് നെഗറ്റീവ് സ്റ്റെയിനിങ്. ഓപ്ഷൻ എ ഗ്രാം സ്റ്റെയിനിങ്, ഓപ്ഷൻ ബി ജീൽ നീൽസൺ സ്റ്റെയിനിങ്, ഓപ്ഷൻ ബി മെഥിലിൻ ബ്ലൂ സ്റ്റെയിനിങ്, ഓപ്ഷൻ ഡി ഇന്ത്യൻ ഇങ്ക് സ്റ്റെയിൻ. ഏതാണ്? യെസ്, ദാറ്റ് ഇസ് ഇന്ത്യൻ ഇങ്ക് സ്റ്റെയിൻ ആയിരുന്നു. നിഗ്രോസിൻ സ്റ്റെയിനും ആയിരുന്നു നമ്മൾ നെഗറ്റീവ് സ്റ്റെയിനിങ്ങിന് എക്സാമ്പിൾ പഠിക്കുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? യെസ്, ക്യാപ്സ്യൂള് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ക്യാപ്സ്യൂൾ ഒരു ക്ലിയർ ഹാലോ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്, നമുക്ക് PSC എക്സാമിനായിക്കോട്ടെ പല എക്സാംസിനും പല ടൈപ്പ് മീഡിയാസ്, കൾച്ചർ മീഡിയാസ് ഏത് ബാക്ടീരിയക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു ഏരിയ ആണ് ഇവിടെ കവർ ചെയ്യുന്നത്. ഓരോ ബാക്ടീരിയക്കും നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് കൾച്ചർ മീഡിയാസ് നമുക്കിവിടെ പഠിക്കാം. സോ ഇവിടെ നമ്മൾ സാൽമണൽ, അതായത് എൻഡറിക് ആയിട്ടുള്ള ബാക്ടീരിയ ആയിട്ടുള്ള സാൽമണലിലേക്കും ഷിജലിലേക്കും ഒക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് മീഡിയാസ് പഠിക്കാം. അതിൽ ഇവിടെ എസ് എന്ന് എഴുതിയിരിക്കുന്നത് സെലക്റ്റീവ് മീഡിയ ആണ്. ഡി എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ മീഡിയ ആണ്. ഇ എന്ന് പറഞ്ഞാൽ എൻറിച്ച്ഡ് മീഡിയ ആണ്. അപ്പൊ സാൽമണലിലേക്കും ഷിജലിലേക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സെലക്റ്റീവ് മീഡിയ ആണ് ഹെക്ടൻ. സാൽമണല്ല ഷിജല എന്ന് പറയുമ്പോൾ എൻഡറിക് ബാക്ടീരിയക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയ ആണ് ഹെക്ടൻ എൻഡറിക് അഗാർ. അതുപോലെ XLT സൈലൂസ് ലൈസിൻ ഡിയോക്സികോളേറ്റ് അഗാർ, DCA ഡിയോക്സികോളേറ്റ് സിട്രേറ്റ് അഗാർ, അതുപോലെ തന്നെ യൂസിൻ മെഥിലിൻ ബ്ലൂ അഗാർ, മെക്കോങ്കി അഗാർ. മെക്കോങ്കി അഗാർ എന്ന് പറയുമ്പോൾ ഒരു സെലക്റ്റീവ് ആൻഡ് ഡിഫറൻഷ്യൽ മീഡിയ ആണ്. പിന്നെ സാൽമണല്ല ഷിജല്ല അഗാർ. പിന്നെ നമ്മൾ സാൽമോണലക്ക് യൂസ് ചെയ്യുന്ന ഒരു മീഡിയ ആണ് വിൽസൺ ബ്ലെയർ മീഡിയം. അത് സാൽമോണലക്ക് മാത്രമാണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. സാൽമോണല. ഓക്കെ. പിന്നെ ടെട്രാ തയോണേറ്റ് ബ്രോത്ത്, അതൊരു എൻറിച്ച്മെന്റ് മീഡിയ ആണ്, അതായത് ലിക്വിഡ് മീഡിയ ആണ്. ടെട്രാ തയോണേറ്റ് ബ്രോത്ത് വേഗത്തിൽ തന്നെയുണ്ട് ബ്രോത്ത് എന്ന്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഹെക്ടൻ എൻഡറിക് അഗാർ,
അതുപോലെ തന്നെ XLD, അതുപോലെ DCA, ഇയോസിൻ മെഥിലിൻ ബ്ലൂ അഗാർ, മെക്കോങ്കി അഗാർ, അതുപോലെ സാൽമണല്ല ഷിജല്ല അഗാർ, നമ്മളെ സാൽമണല്ലൊക്കെ യൂസ് ചെയ്യുന്ന വിൽസൺ ബ്ലെയർ മീഡിയം, പിന്നെ ഒരു എൻറിച്ച്മെന്റ് മീഡിയ ആയിട്ടുള്ള ടെട്രാ തയോണേറ്റ് ബ്രോത്ത്. ഇതെല്ലാം നമ്മൾ സാൽമോണലക്കും ഷിജല്ലക്കും യൂസ് ചെയ്യുന്നതാണ്. അതിൽ വിൽസൺ ബ്ലെയർ മീഡിയം സാൽമോണലക്ക് മാത്രമുള്ളതാണ്. അതൊന്ന് ഓർത്ത് വെക്കാം. നെക്സ്റ്റ് നമ്മള് ബ്ലഡ് ബോൺ പാത്തോജൻസിന് അല്ലെങ്കിൽ ബ്ലഡ് കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കാസ്റ്റിനെഡ ബൈഫേസിക് മീഡിയം. അതൊരു എൻറിച്ച്ഡ് മീഡിയ ആണ്. അതുപോലെ തന്നെ ബ്രെയിൻ ഹാർട്ട് ഇൻഫ്യൂഷൻ അഗാർ സ്ലോപ്പ് ആൻഡ് ബ്രോത്ത്, നെക്സ്റ്റ് വിബ്രിയോ കോളറയ്ക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഓർമ്മ വരുന്നത് TCBS ആണ് അല്ലെ, തയോ സൾഫേറ്റ്, സിട്രേറ്റ്, ബൈൽസാൾട്ട്, സൂക്രോസ് അഗാർ. അതുപോലെ തന്നെ മാൻസോസ്, ജലാറ്റിൻ, ടോറോ കോളേറ്റ്, ട്രിപ്റ്റിക്കേസ് അഗാർ, ആൽക്കലൈൻ ബൈൽ സാൾട്ട് അഗാർ, ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ. അതൊരു എൻറിച്ച്മെന്റ് മീഡിയ ആണ്. കാരണം ഈ വിബ്രിയോ കോളറ എന്ന് പറയുന്നത് ആൽക്കലൈൻ pH ഒരു 6-8 അതിന് മുകളിലേക്കുള്ള pHലാണ് വളരുന്നത്. അതുകൊണ്ട് അത് ഓർത്ത് വെക്കുക. ആൽക്കലൈൻ ബൈൽ സാൾട്ട്, ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ എന്നൊക്കെ പറയുന്നത് വിബ്രിയോക്കുള്ളതാണ്. ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ ഒരു എൻറിച്ച്മെന്റ് മീഡിയ ആണ്. അഗാർ എന്ന് പറയുമ്പോൾ അതൊരു സെലക്റ്റീവ് മീഡിയ ആയിരിക്കും. ബ്രോത്ത് അല്ലെങ്കിൽ വാട്ടർ എന്ന് പറയുമ്പോൾ അതൊരു ലിക്വിഡ് മീഡിയ ആയിരിക്കും. അത് ഓർത്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് നമ്മൾ സ്റ്റാഫ് ഓറിയസിന് യൂസ് ചെയ്യുന്നത് നമുക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് മാനിറ്റോൾ സാൾട്ട് അഗാർ, ലെഡ് ലാംസ് മീഡിയം. ഓർത്ത് വെക്കണേ. മിൽക്ക് സാൾട്ട് അഗാറും ഉണ്ട്. മാനിറ്റോൾ സാൾട്ട് അഗാർ, മിൽക്ക് സാൾട്ട് അഗാർ, ലെഡ് ലാംസ് മീഡിയം ഒക്കെ സ്റ്റാഫ് ഓറിയസിന് നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയ ആണ്. നെക്സ്റ്റ് സ്ട്രെപ്റ്റോകോക്കസിനാണെങ്കിൽ ക്രിസ്റ്റൽ വയലറ്റ് ബ്ലഡ് അഗാർ ആണ് നമ്മൾ സ്ട്രെപ്റ്റോകോക്കസിന് യൂസ് ചെയ്യുന്നത്. കൊറിനി ബാക്ടീരിയത്തിന് ലോഫ്ലർ സെറം സ്ലോപ്പ് അല്ലെങ്കിൽ ലോഫ്ലർ സെറം മീഡിയം യൂസ് ചെയ്യാറുണ്ട്. പൊട്ടാഷ്യം ടെല്ലൂറേറ്റ് അഗാറും യൂസ് ചെയ്യാറുണ്ട്. ഇതെപ്പോഴും ഓർത്ത് വെക്കണം. എന്താണ് ഇത് സ്ഥിരം ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻ ആണ്. പൊട്ടാഷ്യം ടെല്ലൂറേറ്റ് അഗാറും ലോഫ്ലർ സെറം സ്ലോപ്പും. നെക്സ്റ്റ് ബാസിലസ് ആന്ത്രാക്സിന് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലെറ്റ് എന്ന് പറഞ്ഞാൽ പോളിമിക്സിൻ ലിഥിയം EDTA താലസ് അസറ്റേറ്റ് എന്നാണ്. പ്ലെറ്റ് മീഡിയം ബാസിലസ് ആന്ത്രാക്സിനാണ് യൂസ് ചെയ്യുന്നത്. ബാസിലസ് സെറസിനാണെങ്കിൽ MYPA മീഡിയം, അതായത് മാനിറ്റോൾ എഗ് യോക്ക് ഫീനോൾ റെഡ് പോളിമിക്സിൻ അഗാർ, MYPA എന്ന് പറയുന്നത്. അനേറോബ്സിനാണ് നമ്മൾ തയോഗ്ലൈക്കുലേറ്റ് ബ്രോത്ത്, റോബൻസൺ കുക്ക്ഡ് മീറ്റ് മീഡിയം ഒക്കെ നമ്മൾ അനേറോബ്സിന് യൂസ് ചെയ്യുന്ന മീഡിയ ആണ്. അതുപോലെ ലിസ്റ്റീരിയക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയ ആണ് പാൽക്കം അഗാർ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നെയ്സേരിയക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ചോക്ലേറ്റ് അഗാർ, അതുപോലെ തയർ മാർട്ടിൻ. ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന തയർ മാർട്ടിൻ മീഡിയം, മോഡിഫൈഡ് ന്യൂയോർക്ക് സിറ്റി മീഡിയം അല്ലെങ്കിൽ ന്യൂയോർക്ക് മീഡിയം. നെക്സ്റ്റ് സ്യൂഡോമോണസിന് ടെട്രിമൈഡ് അഗാറും കിങ്സ് മീഡിയ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിന്റെ പിഗ്മെന്റ് പ്രൊഡക്ഷൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കിങ്സ് മീഡിയ. സ്യൂഡോമോണാസിന് നമുക്ക് പയോസയാനിൻ, പയോമിലാനിൻ, പയോറുബിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പിഗ്മെന്റ്സ് ഉണ്ടല്ലോ, അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കിങ്സ് മീഡിയ നമ്മൾ യൂസ് ചെയ്യാറ്. നെക്സ്റ്റ് ബർഗോൾഡേറിയക്കാണ് ആഷ് ഡൗൺ മീഡിയം ചിലപ്പോൾ ചോദിക്കാം. ബർഗോൾഡേറിയക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയ ആണ്. ഹീമോഫിലസിന് ഞാൻ ഇവിടെ പേര് പറഞ്ഞു പോകുന്നത് നമ്മൾ പഠിക്കാന്നല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. കുറെ പ്രാവശ്യം അത് പറഞ്ഞിട്ടും അതിന്റെ തിയറി ബേസ് പറയല്ല, എന്തായാലും നമ്മളത് പഠിച്ചു വെക്കണം. നെക്സ്റ്റ് ഹീമോഫിലസിന് ബ്ലഡ് അഗാർ വിത്ത് സ്റ്റാഫ് സ്ട്രീക്ക് ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ അതുപോലെ ചോക്ലേറ്റ് അഗാർ നമുക്ക് യൂസ് ചെയ്യാം, ലെവിൻഡാൽസ് മീഡിയംസ് യൂസ് ചെയ്യാം, ഫീൽസ് അഗാർ യൂസ് ചെയ്യാം. ഇതെല്ലാം ഹീമോഫിലസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മീഡിയ ആണ്. ബോർഡറ്റെക് ആണെങ്കിൽ നമ്മൾ ബോർഡറ്റ്, ജങ്കു, ഗ്ലിസറിൻ, പൊട്ടാറ്റോ ബ്ലഡ് അഗാർ യൂസ് ചെയ്യാറുണ്ട്. ലേസീസ് DFP മീഡിയ യൂസ് ചെയ്യാറുണ്ട്. റീഗൻ ലോവി മീഡിയ യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ ബോർഡറ്റലിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയ ആണ്. പിന്നെ ലീജിയണലിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബഫേർഡ് ചാർക്കോൾ ഈസ്റ്റ് എക്സ്ട്രാക്ട്, BYE ബഫേർഡ് ചാർക്കോൾ ഈസ്റ്റ് എക്സ്ട്രാക്ട് നമുക്ക് ഒരു എൻറിച്ച്ഡ് മീഡിയ ആയിട്ട്
യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണെങ്കിൽ നമുക്കറിയാം LJ മീഡിയം, ലോവസ്റ്റ് ആൻഡ് ജെൻസൻസ് മീഡിയം, ഡോർസെറ്റ് എഗ് മീഡിയം നമ്മൾ മൈക്കോബാക്ടീരിയക്ക് യൂസ് ചെയ്യുന്നതാണ്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് പഠിച്ചു വെക്കേണ്ടതാണ്. കാരണം നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ അതിന്റെ വീഡിയോന്റെ ലെങ്ത് കൂടുതലായതുകൊണ്ട് എനിക്ക് അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ അത് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ലെപ്റ്റോസ്പൈറൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ്. ഫ്ലെച്ചേഴ്സ് മീഡിയം, അതുപോലെ തന്നെ കോർത്തോഫ് മീഡിയം, EMJH മീഡിയം ഒക്കെ നമ്മൾ ലെപ്റ്റോസ്പൈറൊക്കെ ഉള്ള മീഡിയം ആണ്. നെക്സ്റ്റ് ക്യാമ്പാലോബാക്ടർ. ക്യാമ്പാലോബാക്ടർ എന്ന് പറയുമ്പോൾ സ്കീറോസ് അഗാർ, ബഡ്സ്ലേഴ്സ് അഗാർ, ക്യാമ്പീസ് BAP, ഇതൊക്കെ നമ്മൾ ക്യാമ്പൈലോബാക്ടറിനെ യൂസ് ചെയ്യുന്ന മീഡിയ ആണ്. പിന്നെ യൂറിനറി പാത്തോജൻസിനെ നമുക്കറിയാം നമ്മൾ അധികം യൂസ് ചെയ്യാറുള്ളത് ക്ലഡ് ആണ്. സിസ്റ്റീൻ, ലാക്ടോസ്, ഇലക്ട്രോലൈറ്റ് ഡെഫിഷ്യന്റ് അഗാർ. നമ്മൾ യൂറിനറി പാത്തോജൻസിനെ യൂസ് ചെയ്യാറുള്ളത് ഈ ക്ലഡ് അഗാർ. സോ ഇത് നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ പറ്റില്ലെങ്കിലും ഡെയിലി ഒരു ബാക്ടീരിയ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ബാക്ടീരിയസിന്റെ മീഡിയ വെച്ചിട്ട് നമുക്കത് ആ ഒരു ഏരിയ കവർ ചെയ്ത് പോകാവുന്നതാണ്. സോ ഈ ഒരു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് കാര്യങ്ങളായിരുന്നു നമ്മളെ സിലബസിൽ അല്ലെങ്കിൽ നമ്മളെ മൊഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായത്. സോ ആ ഒരു ഏരിയ എന്തായാലും തറവാക്കി പഠിച്ചതിന് ശേഷം നമുക്ക് ഇനി നെക്സ്റ്റ് സിലബസ് നമുക്ക് നെക്സ്റ്റ് ഡേ കവർ ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. താങ്ക് യു.